എൻ്റെ കയ്യിൽ നിന്ന് ഷോപ്പിന്റെ റെന്റ് ഞാൻ അടയ്ക്കണം. ഷോപ്പിൽ പെണ്ണുങ്ങൾക്ക് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ വേണ്ടേ കസ്റ്റമേഴ്സിന്, എങ്ങനെയും ഞാൻ നിർമ്മിച്ചെടുക്കും. അപ്പൊ ഞാൻ എന്താക്കും, ചില പെണ്ണുങ്ങൾക്ക് അവർക്ക് നമ്മൾ കൊടുത്താലല്ലോ കേട്ടോ കാശ്, അവര് റൂം റെന്റ് ഒക്കെ അടയ്ക്കണ്ടേ. അപ്പൊ ഞാൻ എന്താക്കും, എനിക്ക് ചില കസ്റ്റമേഴ്സ് വരും വീച്ചിട്ടെടുക്കും നോക്കി. അപ്പൊ ഞാൻ എന്താക്കും അറിയോ, സത്യം എന്റെ മക്കൾ, എന്റെ ചെറിയ മോനാണ് സത്യം ഞാൻ പറയണേ, ഞാൻ എന്താക്കും അറിയുമോ, നമ്മുടെ ഷോപ്പിൽ തനക്കുട്ടി കേട്ടോ, നമ്മുടെ ഷോപ്പിൽ 5 സ്റ്റാഫ് ഉള്ളെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എന്താക്കണം എന്നറിയോ, നമ്മുടെ ഷോപ്പിൽ 5 or 4 സ്റ്റാഫോ ഉള്ളെങ്കിൽ 5 or 4 സ്റ്റാഫ് ഉള്ളെങ്കിൽ നമ്മൾ എന്താക്കണം എന്നറിയോ, നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മയത്തിൽ അവനെ അകത്ത് കയറ്റണം. അകത്ത് കയറ്റിയിട്ട് നമ്മൾ എന്താക്കാം, അവിടെ ഒന്നും ചോദിക്കരുത്. നമ്മൾ അവനെ പതുക്കെ മസാജ് നല്ലപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവനോട് ചോദിക്കണം എന്തെങ്കിലും സർവീസ് വേണമെന്ന്. അപ്പൊ അവൻ നമ്മളോട് പറയും എനിക്ക് ഇന്ന സർവീസ് വേണമെന്ന് പറയും. കുട്ടൻസ് കേട്ടോ, എനിക്ക് ഇന്ന സർവീസ് വേണം കേട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും എന്ത് സർവീസാ വേണ്ടേന്ന് ചോദിക്കും. അപ്പൊ അവൻ എന്നോട് ചോദിക്കും ചേച്ചി എന്ത് സർവീസോ ഉള്ളേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇന്നത് ഉണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ മയത്തി പറയും അതെ ഇന്നൊരു കുട്ടിയുണ്ട്, നല്ല പെൺകുട്ടിയാണ്. കാരണം നമ്മൾ എന്താ വിചാരിക്കുക, അവിടെ രാവിലെ തുടങ്ങി വൈകുന്നേരം വന്നിരിക്കുന്ന പെൺകുട്ടിക്ക് കാശ് വേണം. 100 അവർക്ക് കിട്ടിയത് അത്ര സന്തോഷമായില്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ നല്ലപോലെ സേവിക്കും, നല്ലപോലെ സർവീസ് ചെയ്യും, എടുത്തു നോക്കുക. അപ്പൊ എന്നോട് ചോദിക്കും സീരിയസ്ലി സത്യം എന്നാ വിടുന്നു പറയും. ഓക്കെ ഞാൻ പറയും ഹലോ കസ്റ്റമർ ഉണ്ട്. പിന്നെ ഞാൻ അവരോട് പറയും അതെ ഞാനൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, 100 dirhams പറഞ്ഞത്, അത് കൂടുതൽ തന്നാൽ നീ മേടിച്ചോ, 100 dirhams കൂടുതൽ നീ അങ്ങോട്ട് ചോദിക്കണ്ട, അങ്ങനെ ഇഷ്ടപ്പെട്ട നീ മേടിച്ചോ കയറിക്കോ. ഞാൻ അങ്ങനെ കയറ്റി കൊടുക്കുന്നത്, കാരണം പലവരും അവർക്ക് അതിനു വേണ്ടിയിട്ട് ജീവിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കയറി ആദ്യം ഞാൻ തിരുമ്പി കൊടുക്കും. പിന്നെ അവരോട് നല്ല രീതിയിൽ സംസാരിക്കും, അടുത്തൊക്കെ ഇരുന്നു സംസാരിച്ചിട്ട് ഞാൻ എന്താക്കും അവരെ സെറ്റാക്കി കൊടുക്കും. കാരണം അവർക്കും കാശ് വേണമല്ലോ, ഈ രാവും പകലും വന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. പോകുമ്പോൾ തിരിച്ചതായിട്ട് പോകുമ്പോൾ 100 dirhams 150 dirhams കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അത്ര ആയില്ലേട്ടാ. എനിക്കുള്ളത് എനിക്ക് വേറെ കിട്ടും, അതെന്റെ വേറെ കാശ്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാ, മനസ്സിലായോ? നമുക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. നമ്മുടെ ഷോപ്പിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കും, എന്നിട്ടും നമുക്ക് കുറ്റം തന്നെ. പിന്നെ എനിക്ക് അത്യാവശ്യം സ്റ്റാഫ് ഉണ്ട്, എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട്. പക്ഷെ കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നവന്മാരാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ മൈൻഡ് അല്ല എല്ലാവർക്കും. ഞാൻ എന്ത് വിചാരിക്കും, അവരിപ്പോ എനിക്ക് മക്കളുണ്ട്, അവർക്കും മക്കളുണ്ടല്ലോ, അവരുടെ ഫാമിലി ഉണ്ടല്ലോ, എന്നെ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, നമുക്ക് കിട്ടില്ലെങ്കിൽ അവർ ജീവിക്കട്ടെ, അവർക്ക് കിട്ടട്ടെ പൈസ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ നമുക്ക് തിരിച്ചങ്ങനെയല്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു പോറലും ഇല്ലാണ്ട് നമ്മളിങ്ങനെ നിൽക്കണം എന്നുണ്ടോ, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ല തനിക്കുട്ടി, അല്ല അശബരിജി കറക്റ്റ് അല്ലേ? അവർക്ക് നമ്മൾ അങ്ങോട്ട്, അല്ല അവനസൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ദൈവം നമുക്ക് ഇരട്ടിയായിട്ട് നമുക്ക് തരുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഗുയിസ്? നമ്മൾ ചിന്തിക്കണം ചേട്ടാ. ഞാൻ അങ്ങനത്തെ മൈൻഡാട്ടോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്, മറ്റുള്ളവരെ പോലെ ചിന്തിക്കുന്ന ഒരാളല്ല. ഇപ്പൊ നിങ്ങൾ എന്നെ വെടിയെന്ന് വിളിച്ചാലും എനിക്ക് മൈരാ. കാരണം എന്നറിയോ, ഞാൻ വെടിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് ചെയ്തു കൊടുക്കുന്നു എന്ന് എനിക്കറിയാം. ഇവിടെ 10 പേര് എൻ്റെ ഈ ലൈവിൽ വന്നിട്ട് എന്നെ വെടി 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 എന്ന് വിളിച്ചാൽ എനിക്ക് മൈരാണ്. ഓക്കെ, മനസ്സിലായോ? എനിക്കൊന്നുമില്ല, എനിക്ക് എന്നെ അറിയാം, മനസ്സിലായോ? ഞാൻ ചെയ്തു കൊടുക്കുന്ന തൊഴിൽ എന്താന്ന് എനിക്കറിയാം. ഞാനിവിടെ നന്നായിട്ട്, എനിക്ക് ആദ്യമൊന്നും മസാജ് അറിയത്തില്ലായിരുന്നു. ഞാൻ ദുബായിൽ നിന്ന് 5 വർഷമായി. ഞാൻ പഠിച്ച് മസാജ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കും. പിന്നെ അത്യാവശ്യം അവർക്ക് ഷെയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ, അതില്ലെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം സേവിങ് ഒക്കെ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒന്നും അത് ഞാൻ മാറ്റി കൊടുക്കും, അവർക്ക് കിട്ടിക്കോട്ടെ. അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ അവനിസിക്കാം. അല്ലാണ്ട് ഇപ്പം എന്നിവിടെ എന്ത് ബാഡ് കമന്റ് ഇട്ടാലും ഉണ്ടല്ലോ എനിക്ക് ഉണ്ടയാ. കാരണം എന്താണെന്നറിയോ, എനിക്കന്ന് ഇവിടെ പലവരും എന്നെ വെടിയെന്ന് വിളിക്കും. എനിക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, ഞാൻ വെടിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു മസാജ് സെന്റർ നടത്തി എന്ന് വെച്ചാൽ വെടിയാവോ?
ഒരാൾ ലൈവ് ഇട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇനി എങ്ങനെ ഇരിക്കും, അത് എൻ്റെ ജോബ്, എൻ്റെ ബിസിനസ്. പക്ഷെ എന്നെ നേരിട്ട് കണ്ട ഞാൻ ഇങ്ങനെയൊന്നും അല്ല, പക്കയാ, പെർഫെക്റ്റ് ആണ്. എന്നെപ്പോ ഒരു പെണ്ണി ലോകത്തുണ്ടാവില്ല ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അതായത് എൻ്റെ ശരീരഭാവങ്ങളും എൻ്റെ കഴുത്തിന്റെ മാറിയിടം എല്ലാം മറച്ചു വെച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ പുറത്ത്. മനസ്സിലായോ? റൂമിലിരിക്കും, അത് ഞാൻ ഒറ്റയ്ക്കുള്ള റൂം, ഇവിടെ ഞാൻ എന്തും കാണിക്കും, എന്തും ചെയ്യും. ആ അത് ബിസിനസ് ട്രിക്കാണത്. അതാദ്യം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ കൂടെ ആശപ ചേച്ചി നിൽക്കുന്നത്. എന്തുകൊണ്ടാ ആശപ ചേച്ചി, ഹോളണ്ട് ഏട്ടൻ, ഈ മെറീസ എന്തുകൊണ്ട് അവരെൻ്റെ കൂടെ നിൽക്കുന്നത്? എന്നെ നന്നായിട്ട് അറിയാം അവർക്ക്, 7-8 വർഷം കൊണ്ട്. എന്തുകൊണ്ട്? ഒന്നും വേണം, എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു നൗഷാദ്. അവൻ എന്തുകൊണ്ട് ആഴ്ചയിലൂടെ ഒന്ന് കിടക്കുന്നേ? അവനറിയാൻ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന്. അതാദ്യം മനസ്സിലാക്കാനുള്ള ചിന്തിക്കുക ഒരു മൂണ വേണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ തേവിടിച്ചെന്ന് വിളിച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും ഏൽക്കൂല, ഒന്നും. ഞാൻ പതറാനും പോണില്ല. ഇന്ന് ഞാൻ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ എന്തുകൊണ്ട് പബ്ലിക്കിന്റെ ആൾക്കാർ പബ്ലിക്കിന് മുന്നിൽ എന്നെ ഒരു ഫംഗ്ഷന് വിളിക്കുന്നു, ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നു, ഒരു ഷോപ്പ് എന്തുകൊണ്ടാ? ഞാൻ എന്താണെന്ന് അവർക്കറിയാം. ഒരുപാട് ടിക്ടോക്കർ എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല? അത് അവരെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട്. അത്രയും ചിന്തിച്ചാൽ മതി. എന്നെ ആര് വിമർശിച്ചാലും എൻ്റെ പൊന്നു ചേട്ടാ ജംഷി, എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നേ. ഓക്കെ, ഞാൻ തിന്നില്ലെങ്കിലും കുടിച്ചാലും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി തെണ്ടിട്ടാണെങ്കിലും എൻ്റെ ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യസന്ധമായിട്ട് പറയാം കേട്ടോ, എനിക്ക് ഗെയിം കളിക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കോയിനൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഗെയിമിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ജോബിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇടക്ക വല്ലം നമ്മുടെ സ്ലയറോ സൂപ്പർമാനോ നമ്മുടെ ബട്ടറിന് കൊല്ലണമെങ്കിൽ ബട്ടർ പിടിക്കും, അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് പക്ഷെ എനിക്കിവിടെ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ നല്ല പണം അത് എൻ്റെ ബാങ്കിലേക്ക്, അത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് പറയല്ലോ, ഒരു മാസം എങ്ങനെ പോലും 10-20,000 രൂപ എനിക്ക് എന്തായാലും നാട്ടിലേക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങളോട് ഓപ്പണായിട്ട് പറയും. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ജോബ് ചെയ്താ ഞാൻ ചെയ്യുന്നത്. അതെന്തിനാ ഞാൻ നിങ്ങളോട് തുണ പറയേണ്ട ആവശ്യം? ഞാൻ ഗെയിം കളിക്കണമെന്ന് എപ്പോഴും ചിന്തിക്കും, പക്ഷെ എന്നെ ആരും ഗെയിം നിർത്താൻ സമ്മതിക്കുന്നില്ല. ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റണ വരെ ഗെയിമിൽ നിർത്താനാണ് നിൽക്കുന്നത്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ ആൾക്കാരുടെ ഇറക്കാൻ ചമ്മലുള്ള, പക്ഷെ എല്ലാവരോടും നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. തോറ്റാലും കുഴപ്പമില്ല, പണിഷ്മെന്റ് നല്ല അന്തസ്സായിട്ട്. ഇനി എന്താണെന്ന് അറിയാത്ത ലക്ഷ്യം, നല്ലൊരു വീട് വെക്കണം. പണിയുമ്പോൾ നമ്മൾ നല്ലൊരു വീട് വെക്കാം, അല്ല അശ്വതി? പണിയുമ്പോൾ നമ്മൾ നല്ലൊരു വീട് വെക്കുക, അതിന് നമ്മളെ മക്കളെ താമസിപ്പിക്കുക, എന്നിട്ട് എന്താക്കുക, നല്ലൊരു ഷോപ്പ് ദുബായിലിടുക, നല്ലൊരു ബിസിനസ് ചെയ്യുക, അമ്മേനെയോ മക്കളെ ആരെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടു നിർത്തുക, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. പിന്നെ നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കുക. നല്ല ചെക്കൻ എന്ന് പറഞ്ഞിട്ടല്ലോ, സോഷ്യൽ മീഡിയ അറിയാത്ത ചെക്കൻ.